ഹായ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് DNA ലേണിംഗ്. മക്കളെ, ഇന്ന് നമ്മൾ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടും വളരെ തുച്ഛമായിട്ടുള്ള സമയത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ തോന്നില്ലേ? മക്കളെ ഫുള്ളായിട്ട് കാണാം. കാരണം ഒരിക്കലും നിങ്ങൾ മറക്കാത്ത വിധത്തിൽ നമ്മളൊരു കിടിലൻ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി പോവാണ്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. മക്കളെ, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ ഇങ്ങനത്തെ എക്സ്പ്ലെയിൻ ചെയ്ത രണ്ട് വ്യക്തികളെ ഉള്ളൂ. ഒന്ന് പ്രൊഫസർ വാൾട്ടർ ലൂൻ, രണ്ടാമത്തെ ആരാന്നറിയോ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. വെറുതെ പറയാം, നോക്കാം. അപ്പൊ നമ്മള് ഒരു കിഡിലായിട്ടുള്ള കൺസെപ്റ്റ് എന്താണ്? കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. എന്താ കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി? ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്യാത്തിടത്തോളം ഒരു സിസ്റ്റത്തിന്റെ എനർജി ടോട്ടലി കൺസേർവ്ഡ് ആണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല മക്കളെ. ഒരു മുട്ടമാല നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? കോഴിക്കോടൊക്കെ മുട്ടമാല എന്ന് പറഞ്ഞാൽ വേറൊരു പലഹാരമാണ്. അതല്ല, ശരിക്കും ഒറിജിനൽ 916 ആയിട്ടുള്ള മുട്ട നമ്മൾ ഇങ്ങനെ ഒരു ബോൾ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ ഇങ്ങനെ തലയിൽ നിൽക്കുന്നു, ഇതിനെ ഒരു ഹൈറ്റ്, ഇതിന്റെ താടി എല്ല് വരെ കൊണ്ടുവരുന്നു, ഇതിനെ റിലീസ് ചെയ്യുന്നു, അത് അങ്ങോട്ട് പോകുന്നു, തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. ഒരു കാരണവശാലും ഈ മുട്ടമാല എൻ്റെ മുഖത്ത് തട്ടൂല. മക്കളെ, മുഖത്ത് തട്ടിയാൽ, മുട്ട തട്ടിയാലുള്ള പ്രശ്നം എന്താ? തട്ടെന്ത് സംഭവിക്കും? പൊട്ടി എന്ത് സംഭവിക്കും? നാറും. ആര് നാറും? ഞാനും നാറും, ഈ സ്റ്റുഡിയോ മൊത്തത്തിൽ നാറും. പക്ഷെ ഇതൊരു കാരണവശാലും തട്ടാനും പോകില്ല, പൊട്ടാനും പോകില്ല, നാറാനും പോകുന്നില്ല. കാരണം രണ്ട് ഫാക്ട്സ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് മക്കളെ എന്താണ്? ഫിസിക്സ് ചതിക്കൂല മക്കളെ. ഒരു കാരണവശാലും ഫിസിക്സ് ചതിക്കൂല. അപ്പൊ നമ്മള് നേരെ എക്സ്പെരിമെന്റ് വേണ്ടി പോകാൻ വേണ്ടി പോവാണ് മക്കളെ. ഒന്നുമില്ല, ഞാൻ പറയുന്ന പോലെ ഒരു പെൻഡുലം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പെൻഡുലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഈ ബോഡിയുടെ ഇക്വിലിബ്രിയം പോയിന്റ്. എന്ന് വെച്ചാൽ എനർജി ഒക്കെ സീറോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ പോയിന്റിന് എനർജി മിനിമം ആണ്, ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ പോയിന്റിന് എനർജി സീറോ. എൻ്റെ മക്കൾ സങ്കല്പിക്കുക. ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു? ഈ മൊത്തം സിസ്റ്റത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വർക്ക് ചെയ്യുന്നു. ഞാൻ അടക്കം ഈ സിസ്റ്റത്തിൽ പെടുന്നതാണ്. ഞാൻ വർക്ക് ചെയ്തതിന് എന്ത് ചെയ്യുന്നു? ഒരു h ഹൈറ്റ് കൊടുത്തതിന് ഞാൻ എന്ത് കൊടുക്കുന്നു? ഒരു പൊട്ടൻഷ്യൽ എനർജി കൊടുക്കുന്നു. ഇനി എന്താ മക്കളെ സംഭവിക്കുക? അതിനെ റിലീസ് ചെയ്താൽ അത് അതേ h അവിടെ ഗെയിൻ ചെയ്യും. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതേ h ഗെയിൻ ചെയ്യുള്ളൂ. h ഒരു തരി പോലും 0.001% പോലും കൂടില്ല. അതോ കൂടുകയായിരുന്നു സംഭവിക്കും? എൻ്റെ മുഖത്ത് തട്ടും, പൊട്ടും, നാറും. പക്ഷെ അതൊന്നും സംഭവിക്കില്ല. കാരണം ഫിസിക്സ് ചതിക്കൂല. നോക്കിയോ മക്കളെ, നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. റെഡി, 1 2 3 ഗോ. മക്കളെ നോക്കിക്കേ, ഒന്നും സംഭവിച്ചില്ല. എൻ്റെ താടിയെല്ലാം തന്നെ, താടി മൊത്തമുള്ള രോമത്ത് പോലും തൊട്ടിട്ടില്ല. നമുക്ക് ഈ കൺസെപ്റ്റ് വളരെ വിശദമായിട്ട് പഠിക്കാം മക്കളെ. രണ്ടാമതൊരു കിഡിലൻ സീക്രറ്റും കൂടി ഉണ്ട്, അത് വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കൺസെപ്റ്റിലോട്ട് പോവാം. അപ്പൊ മക്കളെ, നമ്മൾ ഇപ്പോൾ ചെയ്ത എക്സ്പെരിമെന്റ് ഫിസിക്സ് ഒരു ഡെപ്തിൽ നോക്കിയാലോ മക്കളെ? ഈ ഫിസിക്സ് നിങ്ങൾ ഒരു കാരണവശാലും ഒരു കാലത്ത് നിങ്ങൾ മറക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം അത്രയും വ്യക്തമായിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ എക്സ്പെരിമെന്റ് ഒന്ന് കീറി മുറിക്കാൻ വേണ്ടി പോവാണ് മക്കളെ. ബേസിക്കലി ഇതാണ് നടക്കുന്നത്. ഒന്നുമില്ല, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി, അവരുടെ എനർജീസ് എന്ത് ചെയ്യണം? അവിടെ കൊടുത്തും വാങ്ങിയും കളിക്കുകയാണ്. കാരണം കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. മക്കളെ, കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ എന്ത് കൺസേർവ്ഡ് ആയിരിക്കും? മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ സമ്മ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്യും എന്നല്ലാണ്ട് എന്ത് സംഭവിക്കില്ല? ഒന്നും നഷ്ടമാവില്ല എന്നുള്ളതാണ് മക്കളെ. ഒന്നുകൂടി നമുക്ക് വളരെ ഡെപ്തിൽ ആ കൺസെപ്റ്റ് നോക്കി കാണാം മക്കളെ. ഇതാരാണ് ഈ വരയ്ക്കാൻ പോകുന്ന? ആരാണ്? ദുൽഖർ സൽമാൻ ആണോ? അല്ല, ഞാൻ. ഓക്കെ, ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യുന്നു മക്കളെ? ഒരു പെൻഡുലത്തിനെ തൂക്കിയല്ലേ? അതാണ് നമ്മളെ മുട്ട പെൻഡുലം മക്കളെ. ഇത് റിലേറ്റീവ് ഗ്രൗണ്ട് പൊസിഷൻ ആണ് കൺസിഡർ ചെയ്തതിന്. ഇവിടെ ഒരു എനർജി ഒന്നുമില്ല. ഇത് ഇക്വിലിബ്രിയം പൊസിഷൻ, നല്ല സമാധാനത്തോടെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി തോന്നിയത്? ഒരു അടിപൊളി വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കൺസെപ്റ്റ് ഉദിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു? ആ മുട്ടമാലിനെ പൊന്തിച്ച് എന്ത് ചെയ്യുന്നു മക്കളെ? ഈ ഹൈറ്റിൽ എത്തിക്കുന്നു മക്കളെ. നോക്കിക്കേ, വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട് അല്ലെ, നമ്മൾ ഇതിനെ ഗ്രൗണ്ടായിട്ട് കൺസിഡർ ചെയ്യാൻ. വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട് അതൊരു h ഹൈറ്റ് ഗെയിൻ ചെയ്തു. h ഹൈറ്റ് ഒരു ബോഡി ഗെയിൻ ചെയ്ത് അപ്പൊ കത്തണം. എന്താ കത്തേണ്ടത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ സാധനം ഇക്വേഷൻ എന്താ മക്കളെ? mgh ആയിട്ട് മാറുന്നു. ആ ബോഡിക്ക് എന്ത് കിട്ടുന്നു മക്കളെ? പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നു. മക്കളെ, ഞാൻ ഈ ബോഡിയെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏത് ഫോഴ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ? ഒന്ന് പോസ് ഒരു ഉത്തരം പറഞ്ഞേ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ഫോഴ്സാണ്? കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രമേ ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്ത് ചെയ്യുക? മറക്കുക. അവിടുത്തെ വിസ്കസ് ഫോഴ്സും ബാക്കിയൊക്കെ നിങ്ങൾ മറക്കുക. ഒന്നും ഒരു ഐഡിയൽ കണ്ടീഷൻ സങ്കല്പിക്കുക. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ എന്ത് കൺസേർവ്ഡ് ആയിരിക്കും? മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും. അഥവാ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റണം? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും സമ്മ് കോൺസ്റ്റന്റ് ആണ്. അഥവാ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റണം? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി കൈമാറി ഷെയർ ചെയ്ത് കളിക്കുകയാണ്. ഒരു എനർജി പോലും പുറത്തോട്ട് പോവില്ല എന്നാണ് ബേസിക്കലി എന്ത് പറയുന്നത്? കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറയുന്നത്. അതാണ് നോക്കി കാണുന്നത്. നോക്കി മക്കളെ, ഈ പൊട്ടൻഷ്യൽ എനർജി ഇനി എന്താ
അപ്പോൾ ഞാൻ റിലീസ് ചെയ്ത് എന്താ സംഭവിക്കുക അല്ലേ, ഇതിന് വെലോസിറ്റി ഉണ്ടായിരുന്നു, ഞാൻ റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, അതിന് വെലോസിറ്റി കൂടി വരുന്നു. വെലോസിറ്റി കൂടി വരുമ്പോൾ ആര് കൂടും മക്കളെ, കൈനറ്റിക് എനർജി കൂടുതൽ മക്കളെ. ബോഡി ഇങ്ങോട്ട് പോകുമ്പോൾ അല്ലേ കൈനറ്റിക് എനർജി കൂടും. എന്തുകൊണ്ട്, കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ, ½ mv². ഇപ്പോൾ വെലോസിറ്റി കൂടുകയാണെങ്കിൽ ആര് കൂടും, കൈനറ്റിക് എനർജി കൂടും. പക്ഷേ ഈ ബോഡി ഇങ്ങനെ അടിയിലോട്ട് വരുംതോറും ആര് കുറയുന്നുണ്ട് മക്കളെ, ഹൈറ്റ് കുറയുന്നുണ്ട് അല്ലേടാ. അപ്പോൾ ഹൈറ്റ് കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആര് കുറയും, പൊട്ടൻഷ്യൽ എനർജി കുറയും മക്കളെ. അപ്പോൾ അടിയിലോട്ട് പോകും തോറും വെലോസിറ്റി കൂടി വരികയാണ്, ഹൈറ്റ് കുറഞ്ഞു വരികയാണ്, അഥവാ കൈനറ്റിക് എനർജി കൂടി വരികയാണ്, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരികയാണ്. ഈ ഗ്രൗണ്ട് പോസ്റ്റിൽ എത്തുമ്പോൾ അതിന് എന്തില്ല മക്കളെ, ഹൈറ്റ് ഇല്ല, ഹൈറ്റ് 0 ആയി. അഥവാ എന്ത് 0 ആയി മക്കളെ, പൊട്ടൻഷ്യൽ എനർജി 0 ആയി. അപ്പോൾ മൊത്തം എനർജി ആരെ കൈപ്പക്കലായി, കൈനറ്റിക് എനർജി ആയി. ഫുൾ എനർജി ആരുടെ കയ്യിലാണ്, കൈനറ്റിക് എനർജിൻ്റെ കയ്യിലാണ്. അഥവാ നമ്മൾ പറയും ഈ മീൻ പൊസിഷനിലാണ് കൈനറ്റിക് എനർജി എന്താവും മക്കളെ, മാക്സിമം ആവുക അല്ലെ. കൈനറ്റിക് എനർജി 0 നിന്ന് കൂടി മാക്സിമം വാല്യൂ ആയി. ഇനി എന്താ മക്കളെ, ഈ മോഷൻ എന്താ സംഭവിക്കുക, എൻ്റെ മക്കളൊന്ന് പറഞ്ഞ് ഈ മോഷൻ എന്താ സംഭവിക്കുക, വെലോസിറ്റി കുറഞ്ഞു വരും. പക്ഷെ എന്ത് കൂടി വരുന്നുണ്ട് മക്കളെ, ഹൈറ്റ് കൂടി വരുന്നുണ്ട്. ഹൈറ്റ് കൂടി വരുമ്പോൾ ആര് കൂടി വരും, പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. അപ്പോൾ ബേസിക്കലി ഈ മോഷൻ എന്താ സംഭവിക്കുന്നത്, കൈനറ്റിക് എനർജിന് എന്ത് സംഭവിക്കുന്നു, കൈനറ്റിക് എനർജി കുറഞ്ഞു വരുന്നു, പൊട്ടൻഷ്യൽ എനർജി കൂടി വരുന്നു. എന്ന മക്കളെ ഈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ആയിരുന്നു. ഈ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന മക്കളെ mgh ആണ് അല്ലെ. വേറെ ഒരു എനർജി ആരും കൊടുക്കുന്നില്ല അല്ലെ. ഈ mgh ആണ് മൊത്തത്തിൽ എന്തായിട്ട് മാറിയിട്ടുള്ളത്, കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുള്ളത്. ഇതേ കൈനറ്റിക് എനർജി mgh ആണ് മൊത്തത്തിൽ ഇവിടെ ആരായിട്ട് മാറുക, mgh എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി മാറുക. അപ്പോൾ അതേപോലെ ആ ബോഡി തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളൂ, അതേ mgh ആ സിസ്റ്റത്തിൽ ഉണ്ടാവുള്ളൂ. അതേ എന്ത് തന്നെ ഉണ്ടാവുള്ളൂ, mgh തന്നെ ഉണ്ടാവുള്ളൂ. അതേ എന്ത് തന്നെ ഉണ്ടാവുള്ളൂ, അതേ h തന്നെ ഉണ്ടാവുള്ളൂ. ഒരിക്കലും h എന്ത് സംഭവിക്കൂല, ഒരു ഐഡിയൽ സിസ്റ്റത്തിൽ എന്ത് സംഭവിക്കില്ല, കൂടുകയോ കുറയുകയോ ചെയ്യില്ല. അതാണ് മക്കൾ നമ്മൾ ചെയ്തത് അല്ലേ. ഞാൻ ആ ബോഡി ഹൈറ്റ് കൊടുത്തു, ഈ ഹൈറ്റ് ഒരു കാരണവശാലും കൂടൂല, കാരണം എനർജി കൺസേർവ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ് അല്ലേ. ഒരു കാരണവശാലും കൂടൂല. ഞാൻ ഇത് വിട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് പോകുമ്പോൾ അതേ mgh തിരിച്ചും ഇതേ mghലാണ് ബോഡി വരുള്ളൂ. ഒരു കാരണവശാലും സംഭവിക്കില്ല, h കൂടൂല. അതാണ് നമ്മൾ സങ്കല്പം, അതാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം അതാണ് അതിൻ്റെ ഫിസിക്സ്. ഇനി രണ്ടാമതൊരു ഫാക്റ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മക്കൾ ഇത് ആരോടും പറഞ്ഞു കൊടുക്കുന്നത് വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്നറിയോ, ആ മുട്ടൻ്റെ ഉള്ളിൽ ഒന്നുമില്ലായിരുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ. ആ മുട്ട നമ്മൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഓട്ടുണ്ടാക്കി കാലിയാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട്, ഫിസിക്സിനെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലടാ. അഥവാ എങ്ങാനും ആ കയറ് പൊട്ടിയാൽ ആ മുട്ട മൊത്തം താഴത്ത് വീണ് പൊട്ടിയാൽ നാറും. ഈ സ്റ്റുഡിയോ മൊത്തത്തിൽ നിറയാൻ ഭയങ്കര വിലപിടിപ്പുള്ള സ്റ്റുഡിയോ ആണ്, അതുകൊണ്ട് മാത്രം. സോ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ആക്കിഫ് നാസിംഗ് സൈനിങ് ഓഫ്, ബൈ.